പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അഖിൽ മാരാർ 2020 വിട്ടു. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല പ്രേമ ഞാൻ പോണി എന്നെ തടുക്കരുത്. ഇയാളെ പെങ്ങളും കുട്ടികളും വഴിയാതാരായാലും വേണ്ടില്ല. കുഞ്ഞുട്ടനാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരോടും പറയാണ് ഗുഡ് ബൈ. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും സഹകരിച്ചു പോകാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞാണ് അഖിൽ മാരാർ പാർട്ടി വിടുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. എനിക്കൊരു വലിയ തെറ്റുപറ്റി എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തെറ്റ് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് മാർച്ച് 15-ാം തീയതി തന്നെ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സാറിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് 2020യുടെ ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്ത അങ്ങനായിരുന്നു, UDF കാൻഡിഡേറ്റ് ആയിട്ട് കൊട്ടാരക്കര വരാൻ ഞാൻ സാധ്യതയുണ്ടെന്ന്. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പുള്ളിന് തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ തക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടുപോയി. NDAയിലേക്ക് എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നു. പിന്നെ ഞാൻ രാഷ്ട്രീയമായിട്ട് മാറി നിൽക്കുന്ന അർത്ഥമില്ല. വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനത്തെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മുടെ സമയം